സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടി ഭൂമി തരംമാറ്റ ഫീസായി ലഭിച്ച 1510 കോടി രൂപയും കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന ഹൈക്കോടതി. ഇതുവരെ വെറും 6 ലക്ഷം രൂപയാണ് കാർഷികാഭിവൃദ്ധിക്കായി വിനിയോഗിച്ചതെന്ന് കോടതി. 4 മാസത്തിനകം 25% തുകയും ബാക്കി 3 ഗഡുക്കളായി 1 വർഷത്തിനകം കൈമാറണമെന്നാണ് ഉത്തരവ്. തരംമാറ്റത്തിന് ലഭിക്കുന്ന ഫീസ് കാർഷികാഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടി ഈ തുക വിനിയോഗിക്കണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഭൂമി തരംമാറ്റിയ വകയിൽ ലഭിച്ച 1510 കോടി രൂപ സർക്കാർ വകമാറ്റിയ 1510 കോടി രൂപയും പൂർണ്ണമായും നെൽകൃഷി സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ട കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 4 മാസത്തിനകം 1510 കോടിയുടെ 25% തുകയും ബാക്കി 75% 1 വർഷത്തിനകം 3 ഗഡുക്കളായും കൈമാറണമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജബ്ദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഡിസംബർ 1 മുതൽ ലഭിക്കുന്ന ഫീസ് നേരിട്ട് ഈ ഫണ്ടിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് ഏതെല്ലാം ഇനത്തിലാണ് വിനിയോഗിക്കേണ്ടതെന്ന് സർക്കാർ 2 മാസത്തിനകം തീരുമാനിച്ച് റവന്യൂ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം. സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗം കാർഷികാഭിവൃദ്ധി ഫണ്ട് വർഷം തോറും ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തൃശൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 1970കളിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി 2000 കാലഘട്ടത്തിൽ 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. ഇത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെന്നും കോടതി ഉത്തരവിൽ വിലയിരുത്തി. തുടർന്നാണ് ഫണ്ട് കാർഷികാവശ്യത്തിനായി തന്നെ വിനിയോഗിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. ജനം, കൊച്ചി.